ഹലോ ഗൈസ്, ഹലോ. ഇന്ന് നമ്മൾ വൈറ്റ് സോസ് പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പെന്നെ പാസ്ത കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതെ, ഇത് ഒരാൾക്കുള്ളതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പെന്നെ പാസ്ത എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ലേതോ. ഒരു മറ്റേ ഇതുപോലെയാണ് ഇരിക്കുന്നത് പെന്നെ പാസ്ത. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കപ്പ് പെന്നെ പാസ്ത, അതെ ഒരു കപ്പ് പെന്നെ പാസ്ത വെള്ളമൊക്കെ ചേർത്തിട്ടിട്ടുണ്ട്. ഒരു സോസ് പാൻ്റെ അകത്താണ് നമ്മൾ പുഴുങ്ങാൻ പോകുന്നത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇച്ചിരി മുകളിലല്ലേ നിൽക്കുന്നത്, അതിനെക്കാട്ടും കുറച്ചും കൂടെ മുകളിലാണ് നിൽക്കുന്നത്. അതിനെക്കാട്ടും കുറച്ചും കൂടെ മുകളിലായിട്ട് നിർത്തണം കഴിക്കണേ. കുറച്ചും കൂടെ മുകളിലായിട്ട്, അതായത് ഒരു അത്യാവശ്യം പുഴുങ്ങാൻ പറ്റണം, അങ്ങനത്തെ രീതിയിൽ വെച്ചത് പുഴുങ്ങാൻ പോവുകയാണ്. പുഴുങ്ങാൻ വേണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെക്കണ്ട. നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ഒരു ആവറേജ് പാസ്റ്റയുടെ എങ്ങനെയാണ്. അതായത് ഓവർ കുക്ക്ഡ് ആവാൻ പാടില്ല, എന്നാൽ അണ്ടർ കുക്ക്ഡ് ആവാൻ പാടില്ല. ഒരു കറക്റ്റ് ഒരു പാസ്റ്റയുടെ രീതിയിൽ ആ സ്ഥലത്ത് വെച്ച് നിർത്തണം. നമ്മൾ സ്റ്റൗവിലേക്ക് കയറ്റി വെക്കാൻ പോവുകയാണ്. അങ്ങോട്ട് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല സൗണ്ടാണ് വെച്ച് മാറ്റിയിട്ടുണ്ട്. ഭയങ്കര സൗണ്ടാണ്. അതെ, ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഈ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ആ സമയത്തേക്ക് നമുക്ക് നമ്മുടെ സോസ് ചെയ്യാം. ബിക്കോസ് സോസും കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ആ പാസ്ത എടുത്ത് നമ്മളിങ്ങോട്ട് ഇടാം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് സെറ്റാക്കാമോ. ആദ്യം നമ്മൾ ഈ പാൻ ഒന്ന് ചൂടാക്കണം. എന്നിട്ട് ബട്ടർ ഒരു 1 to 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇടണം. പിന്നെ അതിൻ്റെ അകത്തേക്ക് മൈദ ഒരു 1 to 2, അതേപോലെ തന്നെ 1 to 2 ടേബിൾ സ്പൂൺ ഇടണം. നമ്മളൊരു 1 വെച്ച് 1 ടേബിൾ സ്പൂൺ. ഓക്കെ, നമ്മളവിടെ പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ബട്ടർ ഇടുവാണ്. ബട്ടർ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ക്യൂബ് പോലത്തെ ബട്ടറാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ഇതിൻ്റെ അകത്ത് ബട്ടർ എടുത്തിട്ട് ആ മെഷറിങ് സാധനത്തിൻ്റെ അത് 1 ടേബിൾ സ്പൂൺ ആയോ നോക്കിയിട്ട് നിങ്ങളെടുത്ത് പറയാം. അമൂലിൻ്റെ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ട് നിങ്ങളും ക്യൂബാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ പറയാം എത്ര ക്യൂബ്സാണ് വേണ്ടത്. ബട്ടർ ഈ ക്യൂബിൻ്റെ ഒരെണ്ണം മതി, 1 ടേബിൾ സ്പൂൺ. ഇനി അടുത്ത് നമ്മൾ മൈദ ഇടാൻ പോവുകയാണ്. പെന്നെ പാസ്ത കുക്കായി. ഇപ്പം ചക്കിയുടെ കൈ പൊള്ളിപ്പോയി. അത്രയ്ക്കില്ല, ഞാൻ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 2 സാധനം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് വിസ്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ വേണ്ടി വരും. ബിക്കോസ് എനിക്ക് തോന്നില്ല ഇത് ഇത്രയാണ് വേണ്ടത്. കുറച്ചും കൂടെ ഇല്ല അല്ലേ, കുറച്ചും കൂടെ ഇടാം. ദുബായ് മിക്സർ തിരിച്ചു വന്നു. അപ്പം നമ്മൾ ഒരു ബട്ടറും കൂടെ പിന്നെ 1 ടേബിൾ സ്പൂണും കൂടെ ഇടാൻ പോവുകയാണ്. നമ്മളത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂണാണ് 2 എണ്ണത്തിന് എടുത്തിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് വിസ്ക് ചെയ്യണം. 1 മിനിറ്റിനേക്ക് വിസ്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിസ്ക് ചെയ്തിട്ട് സ്റ്റേറിങ് അതുപോലത്തെ അത്. ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് പാലിടണം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ പറയാം. കഴിഞ്ഞ് ഓക്കെ, 1 മിനിറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പാൽ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പോവുകയാണ്. പാല് 1 to 1.25 കപ്പ്. ഇതിൻ്റെ കൂടെ നന്നായിട്ട് വിസ്ക് ചെയ്താണ് ചെയ്യേണ്ടത്. ഓക്കെ, എനിക്കറിയത്തില്ല, നമ്മൾ ഗൂഗിൾ നോക്കി ഇപ്പം പഠിച്ചത്. 1 കപ്പ് ഇട്ട് വെക്കാം. എന്നിട്ട് അത് തികഞ്ഞില്ലെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ സെറ്റാക്കി ഒഴിയാം. ഓക്കെ, നമ്മൾ ഒഴിച്ചിട്ട് പറയാം. നമ്മളിത് കേരള പാൽപ്പൊടി ഇട്ടല്ല ചെയ്യുന്നത്, നമ്മൾ സാധാരണ പാലിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ പാടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ്. പാടുണ്ട് പാലിൽ പാട കളഞ്ഞ് അരിച്ചാണ് നമ്മൾ ഒഴിക്കുന്നത്. 1 കപ്പാണ് നമ്മളിപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. പാൽ ഒഴിക്കുമ്പോഴത്തേക്കിന് വിസ്ക് ചെയ്ത് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ടത് ഉണ്ടായിരിക്കണം. വിസ്ക് ചെയ്ത് വേണം നമ്മൾ ആ പാൽ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അത് കുക്ക് ചെയ്യണം. നല്ല തിക്കാവുന്ന വരെ കുക്ക് ചെയ്യണം. അതായത് അറിയാമല്ലോ, അതൊരു സോസിൻ്റെ ഒരു ഭാഗം തിക്ക്, സോസിൻ്റെ ഭാഗം അതുവരെ തിക്കായിട്ട് മിക്സ് ചെയ്യണം, കുക്ക് ചെയ്യണം. അപ്പോൾ ഞാനത് ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അവന്. തീ സമയത്ത് വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലത്. അതാകുമ്പോൾ അത് അടി പറ്റത്തില്ല.
നമ്മളെ പാല് തിക്കായിട്ടുണ്ട് നന്നായിട്ട് ഇതേ സോസ് പോലെ ഇരിപ്പുണ്ട്. ഇത് ഓഫായിപ്പോയി, ഇല്ലെങ്കിൽ കാണിക്കാതെ നല്ല തിക്ക് സാധനം ഇട്ടുണ്ട്. അതായത് അച്ചു പറഞ്ഞ് ഇത് മതി എന്ന് പറഞ്ഞ് എന്നെ നിർപ്പിച്ചു. ഇത് മതിയായിരിക്കും, ടേസ്റ്റൊക്കെ പറഞ്ഞവൻ കുറച്ചും കൂടെ ഉപ്പ് വേണമെന്ന്. ഇപ്പം നമ്മളിനി സീസണിങ്ങിൽ ഇടത്തേ ഉള്ളൂ. നീ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ സ്ലൈസ്ഡ് ചീസായിരുന്നു എടുത്തിരുന്നത്. എനിക്ക് കട്ട ചീസ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ചീസ് മടക്കിയിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ചീസ് കട്ട പോലെയാണ്. ആ, ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആ സോസ് ഒഴിക്കാൻ പോവുകയാണ്. അവിടെ സൈഡിൽ ഇരുന്ന് നക്കിക്കൊണ്ടിരിപ്പുണ്ട് വിസ്ക്. വേണ്ടി വരും, സാരമില്ല, ഞാൻ കഴുകി സെറ്റാക്കിക്കോളാം. ശരി, ഓക്കെ. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എന്താ വെച്ചാൽ 2 to 3 ടേബിൾ സ്പൂൺ ചീസ്. ചീസ് വേണം, ഒത്തിരി ചീസ് വേണം. ഒരു ലോഡ് ചീസായി ഇപ്പോഴേ. പറഞ്ഞിട്ടും കാര്യമുണ്ട്, ഒത്തിരി ആയി. സാറല്ല, നോക്കാം നമുക്ക് ആയോ ഇച്ചിരിയെങ്കിലും ഒന്ന് സെറ്റായോ. അതൊരു ബട്ടർ ചീസ് ഫാക്ടറി മേടിക്കണോ? ഒരു പാസ്ത ഇറ്റാലിയൻ ഡിഷല്ലേടാ, അവിടെയൊക്കെ ചീസ് ഭയങ്കര ഇതല്ലേ, ഹെൽത്തി ചീസാ അവിടെ. പേടിക്കണ്ട, കൈ കഴുകിയതാ. ഓക്കെ, ഇത് ഒരെണ്ണം പോലെ ആവുന്നില്ല, അപ്പോൾ ഒരു കാലും കൂടെ ചേർക്കേണ്ടി വരും. ഇത് എത്രയും ചീസ് വേണം? ഒത്തിരി വേണ്ടി വരും. ഇറ്റാലിയൻസ് എന്തിനാ ഇത്രയും ചീസ് ഇട്ടേ? I don't know. Why? Probably അവിടെ ചീസ് കോമൺ ആയതുകൊണ്ടായിരിക്കും. Great. Giant cheese rolls ഉണ്ട്, tiny cheese rolls ഉണ്ട്, ചീസ് പാസ്ത ഉണ്ട്, ചീസ് ബർഗർ ഉണ്ട്. എല്ലാ സാധനവും ചീസാണ്. അച്ചൂടിന് ചീസിനോട് എങ്ങനെയുണ്ട്? അതായത് ചീസ് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് അച്ചൂടിന് ചീസിനോട്? വൈ? ഇങ്ങനെ വെക്കാനോ നീ? ചെടിച്ചു വെക്കടാ. നന്നായിട്ട് കഴിയണ്ടേ, സോപ്പിട്ട് കഴിയണ്ടേ. ഇത്രയും വെച്ച് കഴിച്ചല്ലേ, ഫുള്ളും കഴിച്ചോ. അങ്ങനെ ചെയ്താൽ ഊരും വീഴും. ഒരു സ്ലൈസ് ഞാൻ തീരാറായി, ഇത്രയും കൂടെ ഉള്ളൂ. ഇത് ഫുൾ നോക്കിയിട്ട് നമുക്ക് എത്ര വേണം നോക്കട്ടെ. ഞാനിത് ചെയ്ത് തുടങ്ങിയായിരുന്നു. അവിടെ മിൽക്ക് അവിടെ വിസ്ക് ചെയ്ത് സോസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഞാൻ ചെയ്തായിരുന്നു. ഒരെണ്ണം നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത് നമുക്ക് നോക്കട്ടെ, കൂടെ വേണ്ടി വരുന്നു. ഞാനിവിടെ ഓക്കെ, ഒരെണ്ണമായിട്ടുണ്ട്. അത് പ്രാക്ടിക്കലി ഒരു ചീസ് സ്ലൈസ് കൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉണ്ടാക്കാൻ പറ്റും. അതായത് 2 എണ്ണം മതി നമുക്ക് ആക്ച്വലി. എന്നിട്ട് ഈ ബാക്കിലൊക്കെ എൻ്റെ ഈ കയ്യിലേക്കും കൂടെ ചരടി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ 2 കത്തായിക്കോളും. ഓക്കെ, അപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ സ്ലൈസ്ഡ് ചീസാണ് എടുക്കുന്നതെങ്കിൽ 1 സ്ലൈസ് മതി സിമ്പിളാക്കാൻ. നമ്മളിനി വിസ്ക് എടുത്ത് ഇത് വിസ്ക് ചെയ്യാൻ പോവുകയാണ്. വിസ്കിങ് തുടങ്ങി, വിസ്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഇച്ചിരി വിസ്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഉപ്പിടാൻ പോവുകയാണ്. ഇപ്പം ഇച്ചിരി കൂടെ ടേസ്റ്റ് വരും. ഞാൻ ഉപ്പ് ഇടാൻ പറഞ്ഞു. ഇനി ഒരു ചക്കിയുടെ സീ
കുരുമുളക് പൊടിയും നിങ്ങളുടെ ആവശ്യത്തിന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ സി ഓക്കെ ഓക്കെ ഓക്കെ. ഇളക്കാൻ പോവുക. വേണ്ട ആൾക്കാണ് നിൽക്ക്. സി ഇപ്പോഴും പോയില്ല. അത് പിന്നെ ഇച്ചിരി കുറച്ച് കുരുമുളക് അത് സി ആക്ക്, എ ആക്ക്. സീന് ഞാൻ ജി ആക്കി. ഗൗരി പട്പാടി ജി. കുരുമുളക് ഇട്ടിട്ടുണ്ട്. ആണ് വിസ്കി എന്നത്. അതിന് വിസ്കി കുരുമുളകൊക്കെ ടേസ്റ്റ് പോലെ ടേസ്റ്റിനനുസരിച്ചാണ്. സീസണിങ്. സീസണിങ് ആണ് ശരിക്കും. അത് ഈ രണ്ട് സാധനം വെച്ചാൽ സീസണിങ്ങിന് വേണ്ടി വിസ്കിയുടെ ടേസ്റ്റ് എന്നൊക്കെ വെച്ചാൽ ടേസ്റ്റ് കിട്ടി. എടാ തീർക്കൊന്നു ഇത് ചിലപ്പം. നമ്മളല്ലേ ഇതൊരു ബുക്ക് വെച്ച് വെച്ചിരിക്കുകയാണ്. ഇത് പിന്നെയും ചീസായി. എനിക്ക് പാസ്തയുടെ ടേസ്റ്റ് കിട്ടുന്നില്ല, ചീസിന്റെ ടേസ്റ്റേ കിട്ടുന്നില്ല. അതെ ഓക്കെ. ഞാൻ ഇളക്കുവാ. അത് നല്ല മണമുണ്ടോ? Extra energy. പാസ്ത വാട്ടർ ഡ്രെയിൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പാസ്ത ഇടാൻ പോവുകയാണ്. കാണിച്ച ഞാൻ ട്രൈ ചെയ്ത വേണ്ട, അതിനകത്തൊന്നും ഇല്ല. അതിൻ്റെ അകത്ത് ജസ്റ്റ് പാസ്ത മാത്രമേ ഉള്ളൂ. ജസ്റ്റ് പാസ്ത നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഞാൻ ഒരു ചെറുതെടുത്ത് തരാം നിനക്ക്. ചെറുതാണ് ഉണ്ടായിരുന്നു അത്. എവിടെയാണ് ചെറുത്? ചീസി ആക്കുക. എടുത്തോ പറ്റുള്ളൂ. ബിസ്ക് മാറ്റിക്ക്. ഞാൻ ജസ്റ്റ് ഭാഷ ബിസ്കി നന്നായിട്ട് ചക്കയാതെ ബിസ്കി. ദുബായ് അല്ല ചക്കി മിക്സർ, അച്ചു ദുബായ് മിക്സർ. നല്ല പാടാണ് കേട്ടോ ബിസ്കി, ബിക്കോസ് ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനെക്കാട്ടും നല്ലത് എനിക്ക് തോന്നും ഇത്രയ്ക്കും ബൗളി അല്ലാത്തൊരു കുറച്ചും കൂടെ ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല വലിയൊരു പാത്രം എടുക്കുന്നതായിരിക്കും. ചീസ് ഈ സ്ലൈസ്ഡ് ചീസിനെക്കാട്ടും നല്ലത് മാർഗരീത്ത ആ ചീസില്ലേ അത് മതി. മറ്റേ പിസിക്കകത്ത് അറിയാത്തവർക്ക് പിസിക്കകത്തൊക്കെ ഇടുന്ന മറ്റേ സ്ട്രിങ് ആയിട്ടുള്ള ചീസില്ലേ അത് മതി. ഇറ്റാലിയൻ അതല്ല, ചീസ് ഇറ്റാലിയനാണ് കൈൻഡ്. എൻ്റെ കണ്ണിനകത്തോട്ട് കുത്തി കയറ്റില്ലേ? ഓക്കെ, എൻ്റെ കയ്യിനകത്തോട്ട് കുത്തി കയറ്റി വേണം. ഒത്തിരി തിക്കല്ലല്ലോ ഇത്. തിക്കാണോ ഇച്ചിരി? ഇച്ചിരി വെള്ളം ഇടാം നമുക്ക്. ഞാൻ വെള്ളം ഇടണ്ട, ഇത് നല്ലതാ. ഒരു സ്പൂൺ വെള്ളം ഇട്ടേക്കാം. വിട്ട മാറിക്ക്. ഇത് ബിസ്കറിനകത്ത് സ്റ്റക്കായി. പാസ്ത വാട്ടർ നമ്മൾ ജസ്റ്റ് ഒരു വലിയ സ്പൂൺ ഇടുന്നുണ്ട്. ഇതിനകത്ത് പാസ്ത സ്റ്റക്കായി. നന്നായിട്ട് സ്കിം ഷൂ നറുക്കി ശരിക്കും. ഓക്കെ,
സെറ്റ്. ഇനി നമ്മളിത് പ്ലേറ്റിലേക്ക് ഇടാൻ പോവുകയാണ്. പ്ലേറ്റ് അല്ല, പിന്നെ പ്ലേറ്റിൽ ഇടാൻ പോകുക. എന്നിട്ട് നമുക്ക് മാറ്റാം. ചെളിയല്ല, അതങ്ങനെ വേണ്ടത്. അല്ലല്ലോ, അല്ലടാ, അതങ്ങനെ പ്ലേറ്റിൻ്റെ അത്. ഇത് ഫുള്ള് തലയ്ക്കകത്തോട്ട് നോക്കി തീർന്നു. ഈ സോസ് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സോസ്. ചുമ്മാ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ബോള് തന്നെ, ബോളൊക്കെ തരാം. ആദ്യം പാസ്ത കഴിച്ചിട്ട് നമുക്ക് ബോൾ എടുക്കാം. ഓക്കെ, സാധാരണ ഞാൻ പാസ്ത ഇടുമ്പോൾ സോസ് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ചീസ് തിന്നുന്നുണ്ടാകും. അതെ, ഓക്കെ. ഈ ബോള് സോ ഇനി നമുക്ക് സോ ഡിലീഷ്യസ്. കഴിച്ചോക്കെ. നീ സോസ് ആക്കിക്കൊണ്ടിരിക്കുക, പാസ്ത കഴിച്ചോ. സോ ഗുഡ്. ഇച്ചിരി ലോഗു കൈസ് കേട്ടോ. അല്ല, ശരിയല്ലേ? പോക്കിംഗ് ടെസ്റ്റ് കുഴപ്പമില്ലാതെ എനിക്ക് തോന്നുന്നു ഈ സോസിൻ്റെ അത് എന്തോ കുഴപ്പമുണ്ട്. അല്ല, ഈ പാസ്ത ഇച്ചിരി ശരിയാ, ഇച്ചിരിയും കൂടെ കുക്ക് ചെയ്യണം. ശരി, കുറച്ചും കൂടെ കുക്ക് ചെയ്യണം. അതായത് നമുക്ക് ഞെക്കിയൊക്കെ എടുക്കാൻ പറ്റും. അത് വെച്ചിട്ട് ഞാൻ എടുത്തത് കഴിച്ച് നോക്കിയില്ലായിരുന്നു. സോസൊക്കെ കുഴപ്പമില്ല, നമ്മൾ ഇച്ചിരി സോസ് കൂട്ടിയാലും വരും. പക്ഷെ നേരെ ചാടാം. ആ പാസ്ത ഇച്ചിരി റബ്ബറി ആയിപ്പോയി. റബ്ബറി എന്ന് വെച്ചാൽ അണ്ടർ കുക്ക് ആകുമ്പോൾ റബ്ബറില്ല, അത് ആയിപ്പോയി. അതാളാ സെറ്റപ്പാ. ഞാൻ പാസ്ത തിന്നുമ്പോൾ ഇത് നമ്മൾ ഒരാൾക്കുള്ള പാസ്തയാണിത്. ഇതേ ഞാൻ പാസ്ത ഞാൻ ഇങ്ങനെ അത്ര പറഞ്ഞ സെറ്റപ്പല്ലേ? ചേട്ടാ.